എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുസ്തഫ മുണ്ടേക്കാട്ട്, തിരൂർ ആംബുലൻസ് സർവീസ്, ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, SHR തിരൂർ ആൻഡ് താനൂർ കോർഡിനേറ്റർ. ഞാൻ ഇന്നൊരു വീഡിയോയിൽ വന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം, എനിക്കൊരു 2 ദിവസത്തിനുള്ളിലുണ്ടായ ഒരു വലിയൊരു അനുഭവം നിങ്ങളിൽ പങ്കുവെക്കാൻ. ഞങ്ങൾ ഈ ആംബുലൻസ് ഡ്രൈവർമാര് ചിലപ്പോൾ ചെറിയ ഹോസ്പിറ്റൽ, അതായത് എല്ലാ സൗകര്യങ്ങളും ഇല്ലാത്ത ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകും. ചില വീടുകളിൽ നിന്ന് പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിയിലേക്ക് പോകുമല്ലോ നമ്മൾ. അവിടെ നമുക്കുണ്ടായ ഒരു വല്ലാത്തൊരു ദുരനുഭവം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ. ഏത് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാ ഹോസ്പിറ്റലും ഇല്ലട്ടോ. പക്ഷെ ഇന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനൊരു തീരുമാനം എടുക്കാൻ അധികാരികൾക്ക് പറ്റുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ പറയാന്നുള്ളതാണ്, നമ്മളെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുക. ചെയ്യുന്നതും ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരാണ്. നമുക്കൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. ഹോസ്പിറ്റലിന് ഒരു പരിമിതി ഉണ്ടാവും എല്ലാത്തിനും. ഒരടുത്ത് ഉണ്ടായ ഒരു സംഭവം, ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തില്, അതായത് കോട്ടേഴ്സിലാണ് അവർ താമസിക്കുന്നത്. ഞങ്ങൾ ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഈ ഹോസ്പിറ്റൽ അധികാരികൾക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതിന്റെ മാനേജ്മെന്റിനോ ആരും അവരെ അവസ്ഥകൾ മനസ്സിലാവില്ല. എമർജൻസി ആയിട്ട് വരുന്നു, ചിലപ്പോൾ ഭയങ്കര ടിപ്പ് ടോപ്പിലായിരിക്കും, ചിലപ്പോൾ അവരെ ബന്ധുക്കളായിരിക്കും, അല്ല അയൽവാസികളായിരിക്കും കൊണ്ടുവരണം. അപ്പൊ അവരൊക്കെ ആൾക്കാരൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കുമ്പോൾ ഒരു ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ ആളാണെന്നൊക്കെ ചിലപ്പോൾ തോന്നലുണ്ടാവും. അപ്പൊ ഏതൊരു പാവപ്പെട്ടവന്റെയും അവർ പാവപ്പെട്ടവനാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ആ വീടും അതിന്റെ പരിസരവും ഒക്കെ ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാർക്കാണ് മനസ്സിലാക്കുക. അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെക്കണത്. കുറച്ച് ദിവസം മുമ്പ് നമ്മളെ ഒരു വീഡിയോ ബ്രോഡ് ഡെത്ത് മരണപ്പെട്ട് എന്നുള്ള ഒരു 95% വിശ്വാസമുള്ള ഒരു കേസ് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക്, സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോയതാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറയുന്നുണ്ട് BP ഒന്നുമില്ല, പ്രഷർ BP വളരെ ഒന്നും കാണുന്നില്ല, ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കലും, അത് CPR ചെയ്യലും അല്ലെങ്കിൽ ഇന്റിമേറ്റ് ചെയ്യലും ഒക്കെ അത് വലിയ ഒരു സംഭവം തന്നെയാണ്. കാരണം അതുകൊണ്ടൊക്കെ പുനർജീവൻ കിട്ടിയ ഒരു ചരിത്രം നമ്മളിലുണ്ട്. പക്ഷെ എന്നിട്ടും അത് കിട്ടാതെ നമ്മൾ ആ ബോഡി ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഇതേമാതിരത്തെ ഒരു 5 ബില്ല്, അതായത് ഇതൊക്കെ ആ രോഗിക്ക് വേണ്ടി എടുത്ത മെഡിസിനുകളും പിന്നെ അവരടച്ച ബില്ലുകളുമാണിത്. 5 പേപ്പർ. ഇത് 9,000 സംതിങ്, അതായത് 15 മിനിറ്റ് കൊണ്ട് ആ ഡെത്ത് ഡിക്ലെയർ ചെയ്യുകയും അത് കിട്ടാൻ വേണ്ടി 4 മണിക്കൂർ ആ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ എന്താണ്, അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പൈസ ഇല്ല. അപ്പൊ ഞാൻ എന്റെ പോക്കറ്റിലുള്ള പൈസ ഒക്കെ കൊടുത്ത് ഞാനും അവരൊക്കെ പാടെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പൈസ എന്റെ അടുത്തുള്ളത് നമുക്ക് അടച്ച്. അപ്പൊ ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളോട് പറഞ്ഞ്, ഇത് മരണപ്പെട്ടതല്ലേ, പാവാണ്, അപ്പൊ ഒരു കാര്യം ചെയ്യും, പൈസ അവർ വന്ന് അടച്ചോളൂ, നിങ്ങൾ ആ ബോഡി ഒന്ന് അവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞപ്പോ, അത് പറ്റൂല, അതൊക്കെ സിസ്റ്റത്തിൽ ഫുള്ള് കയറി അല്ലാതെ ഒരിക്കലും ബോഡി തിരിച്ചു കിട്ടൂല. അതെന്ത് ചെയ്യും? അപ്പൊ ഓരോരുത്തർക്ക് അവർ വിളിക്കുന്നു, അവര് പൈസ ഗൂഗിൾ പേ ചെയ്യും.